അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. സങ്കടവും സന്തോഷവും തോന്നിയ രണ്ട് മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഹജ്ജിനായി ഇഹ്റാമിൽ ഇറങ്ങി ലബ്ബൈക്ക് വിളിച്ച് മക്കയിലെത്തി. പക്ഷേ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ കഴിയാതെ പടച്ചറബിലേക്ക് മടങ്ങി. ആരാണ് പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു മരണം കൊതിക്കാത്തത്? എത്രയെത്ര സത്യവിശ്വാസികളാണ് ഇതുപോലൊരു മരണത്തിന് വേണ്ടി കൊതിക്കുന്നത്? ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് PC മാമു മൗലവി എന്ന 80 വയസ്സുള്ള ഉസ്താദിനാണ്. 80 വയസ്സിലും ഹജ്ജ് എന്ന വലിയൊരു ആഗ്രഹവുമായി യാത്രയായ ആ ഒരു വിശ്വാസി വാഴയൂർ, പെരുമണ്ണ, കായലം, മാഹി, വടകര എന്നിവിടങ്ങളിൽ ഇമാമായി സേവനം ചെയ്ത മനുഷ്യൻ. ഒരുപാട് പേർക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത, ഖുർആൻ പഠിപ്പിച്ച, മതപ്രഭാഷണം നടത്തിയ ഉസ്താദ്. ഹജ്ജിന്റെ യാത്രയിൽ മരിക്കുന്നവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായും ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം. ഇഹ്റാമിന്റെ വെള്ള വസ്ത്രത്തിൽ മക്ക എന്ന പുണ്യഭൂമിയിൽ വെച്ച് മരണം. എന്താ അല്ലേ മരണം? ഏതൊരു സത്യവിശ്വാസിയും കൊതിക്കുന്ന മരണം. ഒരു വിശ്വാസിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്ന്. പടച്ചറബ്ബ് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ. ഖബർ വിശാലമാക്കി സ്വർഗത്തോപ്പാക്കട്ടെ. ഉസ്താദിന്റെ കുടുംബത്തിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക് പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി പടച്ചറബ്ബ് നൽകുമാറാകട്ടെ. മക്കയിൽ തന്നെയാണ് ഖബറടക്കുന്നത്. അത് തന്നെ വലിയൊരു അനുഗ്രഹമല്ലേ? പ്രവാചക നഗരിയിൽ അന്ത്യവിശ്രമം. മാഷാ അല്ലാ എന്ന് പറഞ്ഞു പോകുന്ന മരണം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ കണ്ട് മരണപ്പെട്ടവരുടെ ഖബറിൽ സന്തോഷം പടച്ചറബ്ബ് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യുമ്പോൾ മരണപ്പെട്ടവരുടെ ഖബറിൽ അവർക്ക് സന്തോഷമുണ്ടാകും. പടച്ചറബ്ബ് നമ്മുടെയൊക്കെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. വേറെ ഏറെ വേദനിപ്പിച്ച മരണം ഇതായിരുന്നു. പടച്ചറബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് വയനാട് പുതുക്കാട് മുസ്ലിം ജമാഅത്തിൽപ്പെട്ട പുൽപ്പാടൻ വീട്ടിൽ റസാഖിന്റെ ഭാര്യ സക്കീനയാണ് മരണപ്പെട്ടത്. 45 വയസ്സ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇവർ മരണപ്പെട്ടിരിക്കുന്നത് വീടും ചുറ്റുപാടും വൃത്തിയാക്കുന്നതിനിടെയാണ്. വീട്ടിലെ ചപ്പു ചവറുകൾക്ക് തീയിടുന്നതിനിടെ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെ ഇന്ന് മരണപ്പെട്ടു. മെനഞ്ഞാന്നാണ് വീട്ടുമുറ്റത്ത് വെച്ച് ഇവർക്ക് അപകടമുണ്ടായത്. തീ പടർന്നതിനെ തുടർന്ന് അതിഗുരുതരമായി പൊള്ളലേറ്റ സക്കീനയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. സക്കീനയെ രക്ഷിക്കാൻ ഭർത്താവ് ഒരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെ ഭർത്താവ് റസാഖിനും പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ. എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. അവർക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന മരണമായിപ്പോയി. ഭർത്താവിൻ്റെ കൺമുന്നിൽ വെച്ച് പൊള്ളലേറ്റ ഭാര്യ പിടയുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യന് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യനും അവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ നോക്കാതെ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. പടച്ചറബ്ബെ എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബെ, പടച്ചറബ്ബെ മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബെ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും മയ്യത്തിനെ നീ കാക്കണേ റബ്ബെ. പടച്ചറബ്ബെ മരണപ്പെട്ടു പോയവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബെ. മഅഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ മരണപ്പെട്ടു പോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നരകം ഹറാമാക്കി കൊടുക്കണേ അല്ലാ. ഇവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. നാളെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ. സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ അല്ലാ. പടച്ചറബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.